അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് നവംബർ 22-ന് ബംഗാൾ ഉൾക്കടലിൽ തെക്ക് കിഴക്കൻ മേഖലയിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നത്. ഈ ന്യൂനമർദ്ദം കേരളത്തിലും തമിഴ്നാട്ടിലും മഴയ്ക്ക് കാരണമാകുമെന്ന് കരുതുന്നു. ഈ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റായി രൂപം പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നവംബർ 22-ഓടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. നവംബർ 22-ന് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ ദിവസം നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത 55 കിലോമീറ്റർ വരെ എത്താനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നു. ഈ ചക്രവാത ചുഴി ഇപ്പോൾ കന്യാകുമാരി കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. സാവകാശം ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് കാരണം ഇതാണ്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഈ ന്യൂനമർദ്ദം അറബിക്കടലിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മണ്ഡലകാലം ആരംഭിച്ചതോടെ പത്തനംതിട്ട ജില്ലയിലും മഴ മുന്നറിയിപ്പിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ അയ്യപ്പഭക്തർ യാത്ര ചെയ്യുമ്പോഴും മല കയറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശബരിമലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. കനത്ത മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ ഉള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു.